ബുറുദ ചൊല്ലിയിട്ട് ഞാൻ അഭിപ്രായക്കാരൻ. ബുറുദ ചൊല്ലിയിട്ട് ഇപ്പൊ നമുക്ക് അതൊക്കെ കുറച്ചില്ലേ, നമുക്കതൊന്നും പാടില്ലാതായി. ദിവസം സ്വന്തം ഭാര്യ മക്കളുമായി പള്ളിയിലല്ല സ്വന്തം ഭാര്യ മക്കളുമായി സ്വന്തം വീട്ടിൽ 12 ദിവസം മൗലിദ് ഓതുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈകൊള്ളട്ടെ. ഈ സദസ്സിൽ സ്വന്തം ഭാര്യ മക്കളുമായി റബീഉൽ അവ്വൽ 12 ദിവസത്തിന്റെ ഇടയിൽ ഒരു ദിവസം എന്റെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ എന്റെ വീട്ടിലിരുന്ന് ഒന്നിച്ചിരുന്ന് ഞാൻ മൗലിദ് ഓതിയിട്ടുണ്ടെങ്കിൽ ഈ റബീഉൽ അവ്വൽ ഓതിയിട്ടുണ്ടെങ്കിൽ കൈകൊള്ളട്ടെ. ഒന്ന് മുഖ്യം എല്ലാവരും ഓതിയവർ ഈ 10-20,000 ആളുകളുടെ ഇടയിൽ 6 പേര്. നമ്മൾ ഏത് ശുദ്ധിയാണ്? നമ്മൾ പറയുമ്പോൾ നമ്മൾ ആരാ? നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന നാക്കിലല്ലേ പ്രവൃത്തി ഇല്ല പോലെ രവീസത്തുമാല ഓതിയിട്ട് ആ ഓതിത്തീർന്നപ്പോ പ്രസവിച്ച എത്ര ഉമ്മമാര് നമ്മുടെ നാട്ടിലുണ്ട്. എന്തേ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എത്ര പേരുണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ മലക്കുകൾ നമ്മൾ തമ്മിലുള്ള ബന്ധം ആരില്ലാതാക്കി? ആരായില്ലാതാക്കി? നമ്മളില്ലാതാക്കി. എവിടെയാ നമ്മൾ ആളുകൾ? ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു വലിയ ഉറൂസ് നടക്കുന്നുണ്ട് പള്ളിയിൽ. ആരായില്ലാതാക്കി? എനിക്ക് ഈ കാര്യം പറയാൻ ഒരാളുടെയും നോക്കേണ്ട കാര്യമില്ല. 3 ദിവസം ഒരു മുരിയാന്റെ ഭാഗത്ത്, 3 ദിവസം അടുത്ത മുരിയാന്റെ ഭാഗത്ത്, 7ാമത്തെ ദിവസം ആലപ്പുഴ യൂണിവേഴ്സിന്റെ ഗാനമേള, 7ാമത്തെ ദിവസം ഗാനമേള എല്ലാം വികൃതമാക്കി. അല്ലാഹു രക്ഷപ്പെട്ടതല്ലേ? അല്ല. എന്നിട്ട് പോലും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്താക്കി? മനുഷ്യനും മലക്കും തമ്മിലുള്ള ബന്ധം മലക്കുകൾ പോലെ ശരിയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ രക്തചിന്താൻ വന്നവരാണ് ഇവൻ, പരസ്പരം പഠിക്കാൻ വന്നവരാണ് എന്ന് മലക്കുകൾ മനുഷ്യന്റെ നേരെ പറഞ്ഞ വാക്കുകൾ ശരിയാണെന്ന് മനുഷ്യൻ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയല്ല, ആകാശത്തിന്റെ മലക്കുകൾ നമ്മുടെ വീടിന്റെ ചെറ്റപ്പുരയിലേക്ക് കഴിയുന്ന മുത്തഖീകളായി നമുക്ക് മാറണം. അപ്പോഴേ നമ്മളായി മാറും. അപ്പോഴേ നമ്മളായി മാറും. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ചുമ്മാ പറഞ്ഞാ പോരാ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഅീ. എത്ര പേരുടെ ചൊല്ലുന്നവര് ഏത് വീട്ടിലാണുള്ളത്? നമ്മളെല്ലാവരും ലേബൽ കൊണ്ട് ജീവിക്കുകയാ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഅീ. അല്ലാഹു ഹാദിരി, അല്ലാഹ് എന്റെ തൊട്ട് മുമ്പിലുണ്ട്. അല്ലാഹു നാദിരി, അല്ലാഹ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാ. അല്ലാഹു ഷാഹിദി, എവിടെ നിന്നാ എന്ന് നോക്കുക. പടച്ചറപ്പെന്നെ കാണുന്നുണ്ട്. നാക്കുകൊണ്ട് പറഞ്ഞാ മതിയോ? പടച്ചറപ്പെന്നെ കാണുന്നുണ്ട്, പടച്ചറപ്പെന്നെ നോക്കുന്നുണ്ട്. ഈ പടച്ചറപ്പെന്റെ സാക്ഷിയാണ്. അമ്മ എവിടെ നിന്നാ നോക്കുക? വ്യാഴത്തിന്റെ മുകളിലല്ല, ചൊവ്വയുടെ മുകളിലല്ല, നെപ്റ്റ്യൂണിന്റെ താഴെയല്ല, മിൽക്കിയുടെ താഴെയല്ല, ഗാലക്സികൾക്ക് പുറമല്ല. എന്റെ റബ്ബ് എവിടെ നിന്നാ നോക്കുക? അല്ലാഹു മഅീ, അല്ലാഹു മഅീ. അമ്മ എന്റെ തൊട്ടുകൂടെയുണ്ട്, അമ്മ എന്റെ തൊട്ടടുത്തുണ്ട്. തൊട്ടടുത്തിരുന്നിട്ടാ എന്റെ റബ്ബെന്നെ നോക്കുക. പെങ്ങളെ, നീയുള്ള വീട്ടിൽ അല്ലാഹുവിന്റെ മലക്കുകൾ വരികയില്ല. ചില പെണ്ണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ, ചില പെണ്ണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ, ചില പെണ്ണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിൽ വരില്ല. ആ വീട്ടിൽ നടക്കുന്ന ഒരു സൽക്കർമ്മമേ പടച്ചറപ്പിന്റെ മുമ്പിലെത്തുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, മിടുക്കിയും തട്ടുപൊളിപ്പും നടക്കട്ടെ, റിയാലിറ്റി ഷോ നടക്കട്ടെ. 7:30 മണിക്ക് അപ്പവാളിയുടെ ഒരു മാണിത്തുകൾ
കൊടുക്കട്ടെ. തന്നെയാണ് സത്യം. ആ വീട്ടിൽ അള്ളാന്റെ മലക്കുകൾ വരില്ല. ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നടക്കുന്ന സൽക്രമം അള്ളാന്റെ അടുക്കലെത്തുകയില്ല. കാരണം അത് എത്തിക്കണമെങ്കിൽ മലക്കുകൾ വരട്ടെ. മലക്കുകൾ ആ വീട്ടിൽ വരില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ